ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്ന് ഉമ്മാൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ്. അതിന് നമ്മൾ കെട്ടാൻ പോകണം. അപ്പോൾ സീറ്റിംഗ് ഒക്കെ അത്രയും കിട്ടിയിട്ടുണ്ട് കാറിൽ. അപ്പോൾ അപ്പച്ചിക്ക് ഒരു ഓട്ടോ കൊണ്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വാപ്പയാണ് ഇന്ന് ഞങ്ങൾ കൂട്ടിയിട്ട് പോകണത്. ബാക്കിൽ ഞങ്ങൾ അമ്മയും ഞാനും ചാച്ചു ആച്ചയും മമ്മി ഇരുന്നു. ബാക്കി ഫ്രണ്ടിൽ ഉമ്മയും കുഞ്ഞാനിയും വാപ്പയിരുന്നു. പിന്നെ വാപ്പ വണ്ടി ഓട്ടിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ തന്നെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ വ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നാട്ടുമ്പുറത്തെ ഏരിയ ആയതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു റോഡ് വന്നിട്ട് വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന റോഡായിരുന്നു. ഇതിൻ്റെ ചുറ്റും ഇത്തിരി പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. ഇവിടെ കാണാൻ നല്ല വൈബായിട്ട് ഉണ്ടാകും. പക്ഷെ ഇവിടെ ചൂട്ടത്തുനിന്ന് കണ്ട ഫ്രണ്ട്സ് നന്നായി ഉണങ്ങി പോയിട്ടുണ്ട് എല്ലാ ചെടികളും. ആവശ്യത്തിന് മാത്രം പച്ചപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര രസമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കെട്ടാൻ വരുന്ന ആൾക്കാരിനെ ഒന്നും കാണാനില്ല. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ ഞങ്ങളായിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ പെണ്ണിൻ്റെ വീട്ടിലത്തെ ഫാമിലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഉള്ളിലേക്കൊക്കെ കയറി. അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അതും കുടിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ വന്നിട്ട് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തിരി ജ്യൂസും കിട്ടിയില്ലേ. അപ്പോൾ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു ജ്യൂസ്. അപ്പോൾ എല്ലാം നമ്മൾ ഇത്തിരി ടേസ്റ്റൊക്കെ നോക്കി. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് ജ്യൂസ് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് കുടിക്കാനും. അപ്പോൾ അത് ഏകദേശം എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സ്റ്റേജിൽ നിക്കാഹ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഫാനിൻ്റെ ചോട്ടിലിരുന്നു ഞങ്ങൾ നാലാളും. പിന്നെ ഞങ്ങൾ ഇത്തിരി റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന സീനാണ് ഫ്രണ്ട്സ്. അപ്പോൾ അത് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അലിയാരുടെ ഓമന ബീവി, നബി തങ്ങളുടെ ഫാത്തിമ ബീവി, അൻപെഴും മെക്കയില്ലാവ് കണ്ട് തക്ബീർ വിളിക്കാനായി മണലോ. അങ്ങനെ പെണ്ണ് സ്റ്റേജിലും കയറി. നിക്കാഹൊക്കെ കഴിഞ്ഞു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഫുഡും കഴിച്ചിട്ട് പിന്നെ ഇത്തിരി നേരം ഇരുന്നിട്ട് പിന്നെ പോയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരിട്ട് അറ്റത്ത് പോയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഇരിക്കാൻ അവർ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയി ഇരുന്നു. ഫുഡ് പറയുമ്പോൾ സാദാ ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്കും തലശ്ശേരി ബിരിയാണി ഇഷ്ടമായത്. പിന്നെ എല്ലാവർക്കും തലശ്ശേരി ബിരിയാണി ഇഷ്ടമായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ടത്രയൊക്കെ കഴിച്ചു. അതായത് അത് കഴിഞ്ഞിട്ട് അവിടെ ഐസ്ക്രീം കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാവച്ചിയും കുഞ്ഞാനിയും ചാച്ചയൊക്കെ കൂടെ പോയി ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ വെനില ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിച്ചു ഐസ്ക്രീം കൂടുതലും. ചാച്ച ഷോമൻ്റെ ആശാനാ ഫ്രണ്ട്സ്. പക്ഷെ അവനാണ് കൂടുതൽ ഐസ്ക്രീം കഴിച്ചത്. പക്ഷെ അവനക്കൊരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ചൂട്ടിന് ഐസ്ക്രീമൊക്കെ നല്ലതല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷന് വാപ്പാൻ്റെ കടൻ്റെ തൊട്ടുള്ള കല്യാണ മണ്ഡപത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയത്. പേര് വന്നിട്ട് ക്ലറിക്കൽ കൺവെൻഷൻ സെൻറ്റർ എന്നാണ്. അപ്പോൾ വാപ്പാൻ്റെ കടൻ്റെ തൊട്ടായിരുന്നു ഈ കല്യാണ മണ്ഡപം. അപ്പോൾ നമ്മൾ മുട്ടായിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇവിടെ തന്നെ ഉള്ളത് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ പാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുടിച്ചു. അപ്പോൾ ഞാനും വാവച്ചിയും ചാച്ചും കുഞ്ഞാനും ഒരേ ഡ്രസ്സായിരുന്നു. കല്യാണത്തിന് പോകുമ്പോഴും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു വെറൈറ്റി. അപ്പോൾ നമ്മൾ അതും കുടിച്ചു. പറ്റുന്നിടത്തോളം ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി വെറൈറ്റിയൊക്കെ എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചൂടായതുകൊണ്ട് നമുക്ക് വെള്ളം തളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നതും.
അപ്പോൾ ഇവിടെ കയറിയപ്പോൾ അത്ര ചൂടൊന്നും അറിഞ്ഞില്ല. എന്താ വെച്ചാൽ ഫുൾ ഓപ്ഷൻ AC ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി AC-യിൽ ഇത്തിരി റെസ്റ്റ് എടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കല്യാണശേഖരനും പെണ്ണൊന്നും വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അവിടെ ഫ്രണ്ടിൽ പോയിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഇത്തിരി തണുപ്പൊക്കെ കൊണ്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാച്ചും കുഞ്ഞാനെയും കാണാനില്ല, അവരും ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനും വാവച്ചിയും പക്ഷെ ഇവിടെ ഇരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഡിസൈനൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ പെണ്ണും ചെക്കനും വന്നു ഡാൻസ് കളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെക്കൻ്റെയും പെണ്ണിൻ്റെ രാജകീയമായ കോസ്റ്റ്യൂംസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റേജിൽ കയറി കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ചെക്കനും പണി എന്നിട്ട് സ്റ്റേജിൽ കയറി. അപ്പോൾ അവസാനം ഞങ്ങൾ ആ ഡാൻസൊക്കെ നോക്കി. അത് രസമുണ്ടായിരുന്നു ഡാൻസ് കാണാൻ. അപ്പോൾ ഞാനും വാവച്ചും ഉമ്മയും കൂടിയിട്ടാണ് ഇപ്പോഴും വീഡിയോ എടുക്കാൻ പോയത്. അപ്പോൾ അപ്പോൾ അവരങ്ങനെ നമ്മൾ ഡാൻസ് കൊണ്ട് പിന്നെ ചെറിയ കുട്ടികളൊക്കെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റും. അത് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി പാടുകയൊക്കെ ചെയ്തു എല്ലാവരും. അപ്പോൾ ഈ ഇടയിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പേര് കുറേ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാട്ട് പറഞ്ഞ കുട്ടികളെയൊക്കെ കണ്ട് നല്ല രസമായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടും. പിന്നെ ഞങ്ങളും കൂടെ പാടി കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി. എന്താ വെച്ചാൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ. അപ്പോൾ ഈ ഡാൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.
വളരെ വളരെ